എല്ലാവർക്കും വന്ദനം. നമ്മുടെ പഠനം ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിന് സ്തുതി. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യം ദിവസങ്ങളിൽ നമ്മൾ വിശദീകരണത്തിനായിട്ട് എടുത്തിരിക്കുന്നു. നമ്മൾ ഈ സബ്ജക്റ്റിന്റെ ഒരു ഫൈനൽ പോർഷനിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യത്തിന് അറിയേണ്ട ചില കാര്യങ്ങളെങ്കിലും നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വാക്യത്തെ വായിക്കുന്നു. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16-15 വാക്യം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങൾ പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ആകാശത്തിൽ കർത്താവിനെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വാക്യം നമ്മൾ പല നിലയിൽ ബേസിക്കലി മനസ്സിലാക്കി വരികയാണ്. വാസ്തവത്തിൽ ഇതേ വാക്യം മറ്റൊരു സ്ഥലത്തും കൂടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമ്മുടെ സമാപന ചില ചിന്തകളിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നോക്കിയേ. അവിടെ അതിന്റെ 31-ാമത്തെ വാക്യം 30-ാമത്തെ വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ വിലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാകുലതയോടുകൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. ഞാൻ ഈ വാക്യത്തെ നമുക്ക്, അതായത് ഈ 1 തെസ്സലോനിക്യ ലേഖനത്തിന്റെ 4-16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമെന്ന് പറയുന്ന ആ വാക്യം ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ പെട്ടെന്ന് പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു. അതായത് 1 തെസ്സലോനിക്കർ 4:16 മത്തായി 24:30 ഈ 2 വാക്യത്തിനകത്ത് ഒരു കമ്പാരിറ്റീവ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ടിനകത്ത് ഒരേപോലെയുള്ള ചില ചിന്തകൾ കാണാൻ പറ്റും. ഒന്ന്, കർത്താവ് തിരിച്ചു വരുന്നു, ക്രൈസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് വരുന്ന കാര്യം പറയുന്നുണ്ട്. വിത്ത് ഷൗട്ട്, മഹാശബ്ദത്തോടെ വരുന്ന കാണുന്നു. അക്കംപനീഡ് ബൈ ഏഞ്ചൽസ്, ദൂതന്മാരുമായിട്ട് വരുന്നു. കാഹളത്തോടെ വരുന്നു. വിശുദ്ധന്മാരെ ചേർക്കുന്നു. മേഘത്തിൽ വരുന്നു. നമ്മള് തെസ്സലോനിക്യ ലേഖനത്തിൽ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ ആ സമയം നമുക്കറിയത്തില്ല. അത് നമ്മൾ 36-ാം വാക്യത്തിൽ വായിക്കുന്നു. 24-36 കള്ളനെ പോലെ വരുന്നു എന്ന് 24-ാം അധ്യായത്തിന്റെ 30 മുതൽ താഴോട്ട് 49 വരെയുള്ള ഭാഗങ്ങളും 1 തെസ്സലോനിക്യ ലേഖനം 4:16 മുതൽ 5:7 വരെയുള്ള ഭാഗങ്ങളും. ഇത് രണ്ടും കമ്പാരിറ്റീവ്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ അവിടെ കള്ളനെ പോലെ വരുന്നുണ്ട്. അവിശ്വാസികൾക്ക് അത് അറിയാതിരിക്കും, വിശ്വാസികൾ അത് അറിയും. ഒരു അമ്മയ്ക്ക് പ്രസവവേദന വരുന്നത് പോലെ വരുമെന്ന് 2 ഭാഗത്തുമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾ അതിനെ നോക്കിപ്പാർക്കണം എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് കാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ
അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. നമ്മൾ ഇന്ന് ഈ കൂട്ടിച്ചേർക്കും ഈ റാപ്ചർ എന്ന് പറയുന്ന തിയറി. റാപ്ചർ എന്ന് പറയുമ്പോൾ ഉൽപ്രാപണം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ആ ഉൽപ്രാപണം എന്താണ്, ഇങ്ങനൊരു പഠനം എന്നാണ് വന്നത് എന്നതിന്റെ ഉൽപ്രാപണം എന്ന പദം എപ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ വന്നത്, ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ആരംഭമായിട്ട് തരാം. കാരണം ഇത് നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റഡിയുടെ സമാപനമായുള്ള സന്ദേശമായതുകൊണ്ട്. റാപ്ചർ എന്ന തിയറി നമുക്കറിയാം. യേശുവിന്റെ സഭയെ കർത്താവ് എടുത്തുകൊണ്ട് പോകും, പിന്നെ നേരെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, ഭൂമിയിൽ നിന്ന് അവരെ മാറ്റുന്നു എന്ന പഠനം. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഫെമിലിയർ ആയിട്ടുള്ള ക്രിസ്തീയ സമൂഹത്തിന്റെ പഠനമാണ്. ഈ റാപ്ചർ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ആദിമ സഭയുടേതോ പിൽക്കാലത്ത് വന്ന സഭാപിതാക്കന്മാരുടെ പഠനത്തിലോ നൂറ്റാണ്ടുകളായി ദൈവസഭയ്ക്കകത്ത് ചരിത്രപരമായി നിലവിലുണ്ടായിരുന്ന ഒരു ഉപദേശമല്ല റാപ്ചർ ഓഫ് ദ ചർച്ച്. സഭയെ ഇങ്ങനെ എടുത്തുകൊണ്ടു പോവുക എന്ന് പറയുന്ന നമ്മളെ ഇവിടെ നിന്ന് റാഞ്ചിക്കൊണ്ടു പോവുക, സ്നാച്ചിങ് അവേ. ഇത് വന്നത് 1830-ലാണ്. ഞാൻ ചെറിയ വിവരണം തരാണ്. അത് 1830 മാർഗ്രറ്റ് എന്ന് പറയുന്ന ഹല്ലേലൂയ. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒരു യെസ്, ഒരു മെസ്സേജ് തരണം. ഓക്കെ, കേൾക്കാമെന്ന് വിചാരിക്കും. 1830 പ്ലിമത്ത് ബ്രദറൻ സഭയുടെ പാസ്റ്ററായിരുന്ന ഡാർബി, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ നിന്ന് ആരംഭിച്ചതാണ് സഭ ഇവിടെ നിന്ന് ഉൽപ്രാപണം ചെയ്തു പോകും എന്ന പഠനം. ഇത് സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ ലോകത്തിൽ അന്ന് 1830 ശേഷം പബ്ലിഷ് ചെയ്തു. അത് അമേരിക്കയില് വളരെ നന്നായിട്ട് വ്യാപരിച്ചു. ആ തിയറിയോടുള്ള ബന്ധത്തിൽ ക്ലാരൻസ് ലാർക്കിൻ എന്ന് പറയുന്ന ഒരാള് ഒരു വലിയ എൻഡ് ടൈം ഈവന്റ് ചാർട്ട്, നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോഴും ദാനിയേൽ പ്രവചനമൊക്കെ വായിക്കുമ്പോഴും ഉണ്ടാവും, ഒരു ചാർട്ട് വെച്ച് പഠിപ്പിക്കുന്നതാണ്. ഈ ചാർട്ട് ഉത്ഭവിച്ചത് ആ കാലഘട്ടത്തില് ഈ സ്കോഫീൽഡ് റെഫറൻസ് ബൈബിളിന്റെ ബേസിലാണ്. അതിനു മുമ്പ് വരെ ഇത് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. നമ്മളിത് പറയുമ്പോൾ ഉടനെ പറയുമോ ഇത് കൊള്ളാത്ത ഉപദേശമാണ്, കള്ളമാണെന്ന് പറയുമ്പോൾ ആളുകൾ നേരെ തിരിച്ച് 1830 മുമ്പ് വരെ പോയാൽ ഇങ്ങനൊരു പഠനം ഇല്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു എററ് ക്രിസ്തീയ സഭയിൽ നിന്ന് സധൈര്യം നമ്മൾ ആരെയും ഭയപ്പെടാതെ തന്നെ മാറ്റേണ്ട കാര്യമാണ്. ക്ലാരൻസ് ലാർക്കിനാണ് ആ വലിയ ചാർട്ട് ഉണ്ടാക്കിയത്. അത് ആ പഠനത്തോടാണ് ഫിസിക്കൽ റാപ്ചർ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉൽപ്രാപണം ചെയ്യുക. നമ്മൾ റാപ്ചർ തിയറി നമ്മൾ റാപ്ചറിന്റെ പിക്ചർ കണ്ടിട്ടുണ്ട്. ഉടുപ്പ് ഇട്ടേക്കുന്ന ഉടുപ്പ് മാത്രം പോകും, ബൈബിളൊക്കെ താഴെ കാണും, വണ്ടികൾ തമ്മിൽ ക്രാഷ് ചെയ്യുന്നു, ട്രെയിൻ മറിയുന്നു, വിമാനം തലകുത്തി വീഴുന്നു, ഭയങ്കര അപകടങ്ങൾ, തീപിടുത്തം, പ്രശ്നം, ആകനാശം. എന്താ സംഭവിച്ച? റാപ്ചർ സംഭവിച്ചു. ഈ ഒരു തിയറിയൊക്കെ വന്നത് 1830 ശേഷമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നേക്ക് ഏകദേശം ഒരു 1150 വർഷത്തിന് മുമ്പ്, അല്ലെങ്കിൽ 170, 190 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മാത്രമാണ്. അതിനുശേഷം 1980 വന്നപ്പോൾ മൈക്കൽ ഡാഹ് എന്ന് പറയുന്ന ഒരാള്
ദ മിഡ് നൈറ്റ് ക്രൈ എന്ന് പറയുന്ന ഒരു കാര്യം പ്രസന്റ് ചെയ്തു. 1980 അദ്ദേഹം ഇങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്. റഷ്യൻ ഇൻവേഷൻ, അമേരിക്കയെ റഷ്യ കൈയടക്കുന്ന സമയത്ത് മില്ലേനിയം ആരംഭിക്കും. അത് 1979 ആ പ്രഡിക്ഷൻ വന്നത്. മറ്റു ചിലര് 1981 റാപ്ചർ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഒരു കാരണം 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉദയം പ്രാപിച്ചു. നമുക്കറിയാം ഇതൊക്കെ രസകരമായ കാര്യം. 1948 ഇസ്രായേൽ ആരംഭിച്ചപ്പോ ഈ തലമുറയിൽ ഇത് സംഭവിക്കുമെന്ന പഠനം രംഗത്ത് വന്നു. ഈ തലമുറയിൽ 40 വർഷം നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ ആ 40 വർഷത്തിനിടയ്ക്ക് ഇത് സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് എഡ്ഗർ സി വിസനന്റ് എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതി. അതിനകത്ത് ഇങ്ങനെയാണ്: 88 റീസൺസ് വൈ ദ റാപ്ചർ ഈസ് ഇൻ 1988. 1988 റാപ്ചർ സംഭവിക്കും എന്നതിന്റെ 88 റീസണുകൾ. അതിന്റെ 60 ലക്ഷം കോപ്പിയാണ് വിറ്റുപോയത്. 1988 ഇത് സംഭവിക്കുമെന്ന് അദ്ദേഹം സെപ്റ്റംബർ മാസം 1988 റാപ്ചർ സംഭവിക്കുന്ന ഉറപ്പിച്ച് 88 കാരണങ്ങൾ വെച്ച് അദ്ദേഹം തെളിയിച്ചു. 88 കഴിഞ്ഞു, 98 കഴിഞ്ഞു, 2008, 18 കുറെ വർഷങ്ങൾ കഴിഞ്ഞു എന്ന കാര്യം നമ്മുടെ പാവപ്പെട്ട അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് 60 ലക്ഷം കോപ്പി ആ പുസ്തകം വിറ്റതിന്റെ പേരിൽ തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന ഒരു സദ്വർത്തമാനം കൂടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് വന്നില്ലെന്താ, പുള്ളിയുടെ പോക്കറ്റിൽ കാശ് വന്നു. അവസാനം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: only if the Bible is in error am I wrong, and I say that unequivocally there is no way biblically that I can be wrong. I say that is to every preacher in town. ബൈബിള് തെറ്റായാലേ താൻ പറയുന്നത് തെറ്റാവത്തുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് താൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സംഭവിച്ചത് എന്താ? 1988 കർത്താവ് വന്നില്ല. പക്ഷെ അദ്ദേഹം ഭയങ്കര മിടുക്കനായിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം 1988 വരാത്തതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ദ ഫൈനൽ ഷൗട്ട്, റാപ്ചർ റിപ്പോർട്ട് 1989. പേരങ്ങ് മാറ്റി. എന്നിട്ട് പറഞ്ഞു, മൈ മിസ്റ്റേക്ക് വാസ് ദാറ്റ് മൈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെയർ ഓഫ് ബൈ 1 year. ഞാനിത് പറഞ്ഞു വരുന്നത് പ്രഡിക്ഷൻസ് മൊത്തം പരാജയം. അത് കഴിഞ്ഞ ഹാൾ ലിൻസെ, നിങ്ങൾ ഇതൊക്കെ ഫേമസ് ആളുകൾ, ഹാൾ ലിൻസെ എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഈ ചരിത്രം ലോകത്തിലെ കൊണ്ട്. അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു. മുഴുവൻ വാരി ഞാൻ തീരിട്ട് ചുട്ടുകളഞ്ഞു എന്ന സദ്വർത്തമാനം പറയും. മൊത്തം ഹാൾ ലിൻസയുടെ പുസ്തകം മൊത്തം ഞാൻ കത്തിച്ചു കളഞ്ഞു. 1948 അത്തിയലയുടെ ആദ്യത്തെ ഇലകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ലേറ്റ് ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ബൈബിൾ പ്രോഫസി എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. കുറെ പുസ്തകങ്ങൾ എഴുതി. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഈ വിഷയവുമായി ബന്ധത്തിൽ കടന്നു വന്നു. ഇങ്ങനെ റാപ്ചറിന്റെ തിയറി ലോകം മുഴുവൻ ചാൾസ് ഓർ ടൈലർ എന്ന് പറയുന്ന ഒരാൾ ബൈബിൾ പ്രോഫസി ന്യൂസ് എന്ന് പറയുന്ന ഒരു പുസ്തകം രംഗത്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഗ്രാൻഡ് ജെഫ്രി, അർമഗദോൻ, ദ അപ്പോയിന്റഡ് വിത്ത് ഡെസ്റ്റിനി, ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അതെല്ലാം വായിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകങ്ങളെല്ലാം എൻ്റെ കൈവശം ഉണ്ടാകും. ഇതെല്ലാം രംഗത്ത് വന്നു. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, റാപ്ചർ ചെയ്തുകൊണ്ട് പോവുക, ഫിസിക്കലി ഇവിടെ നിന്ന് ജനങ്ങൾ ഡിസപ്പിയർ ആകുക എന്ന് പറയുന്നതായ ഒരുപാട് പഠനങ്ങൾ. അതോടുള്ള ബന്ധത്തിൽ തന്നെ ടിം ലിഹെ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയത് നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ എന്ന് പറയുന്ന ആ അർത്ഥത്തില്, കൈവിടപ്പെട്ടു പോയാൽ എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സീരീസ് ഓഫ് സ്റ്റഡി ഉണ്ടായിരുന്നു. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കോപ്പി അത് വിൽക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ ആർത്തിയോടെ വായിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2021 റാപ്ചറിന് വേണ്ടി ഇന്നും നമ്മുടെ സഹോദരന്മാർ കരയിൽ കാത്തിരിക്കുന്നു. അവര് കൊറോണയെ പ്രതീക്ഷിക്കുന്നു.
വാക്സിനേഷനെ പ്രതീക്ഷിക്കുന്നു, ഏകലോക ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നു, റഷ്യയെ നോക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ വികൃതികളെല്ലാം ക്രൈസ്തവ ലോകത്ത് തുടർമാനമായി നടക്കുന്നു. ഇതൊക്കെ ഈ നാളെ കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആള് പ്രസംഗിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞവരുടെ കാര്യം കൂടെ കോട്ട് ചെയ്ത് നാളെ പറഞ്ഞോളും. എന്നാലും റാപ്ചർ നടക്കത്തില്ല. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരാൾ ഈ ഭൂലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ഇതൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാന വസ്തുത. നമ്മൾ ഇന്ന് ഈ വിഷയത്തെ മനസ്സിലാക്കുക. റാപ്ചർ എന്താണ്? ഈ റാപ്ചർ എന്ന് മനസ്സിലാക്കാൻ ആരംഭമായി നമ്മൾ പോകേണ്ടത് വിശുദ്ധ ബൈബിളിലെ തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങളിലെ ആ പ്രധാന വാക്യത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നമ്മൾ അവനോട് കൂടെ ആയിരിക്കും എന്നൊരു വാക്കുമുണ്ട്. അവിടെ ആ റെഫറൻസിൽ ഒരു പ്രധാന ടെർമിനോളജി മാത്രമാണ് പോകുന്നത്. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ ആ എടുക്കപ്പെടും എന്ന കാര്യം ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ 17-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അതായത് സോ ഷാൽ എവർ ബി വിത്ത് ദ ലോർഡ്. ആ വാക്യത്തിന് എടുക്കപ്പെടുക, കൂടെ ഇരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിനൊക്കെ ഒന്നും സത്യത്തിൽ ആവശ്യം വേണ്ടി വന്നത് ഇങ്ങനെ ഒരു തിയറി ലോകത്തുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദ ഗ്യാദറിങ് ആൻഡ് ദ സ്നാച്ചിങ്. എടുക്കപ്പെടുക അല്ലെങ്കിൽ എടുക്കപ്പെടുക അല്ലെങ്കിൽ സ്നാച്ചിങ്, ഗ്യാദറിങ്. ഈ ഗ്യാദറിങ് എന്ന വേർഡിന്റെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്ന ആ വാക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഈ കൂട്ടിച്ചേർക്കുക എന്ന വാക്ക് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. എപ്പിസുനഗോഗെ. നമുക്ക് സിനഗോഗ് എന്ന വാക്ക് അറിയാം, എല്ലാവർക്കും അറിയാം സിനഗോഗ്. എപ്പിസുനഗോഗെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടി ചേർക്കുക, സഭായോഗം എന്നാണ്. നമ്മൾ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നൊരു വാക്യമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണം. അതിന്റെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്നൊരു വാക്യമാണ് റെഫറൻസ്. ആരെങ്കിലും ഒന്ന് എടുത്താൽ കൊള്ളായിരുന്നു. എപ്പിസുനഗോഗെ എന്ന വാക്കാം. നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട്. യെസ്, 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ശ്രദ്ധിക്കുക. 10-ാം അധ്യായത്തിന് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ 24-ാം വാക്യം. അസംബ്ലി ഓഫ് ഓഴ്സൽസ് ടുഗദർ. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്നൊരു വാക്കുണ്ട്. അതായത് നിങ്ങളൊന്ന് ആ വാക്യം നന്നായിട്ട് ചോദിച്ചേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ സൽപ്രവൃത്തി ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിക്കുക. നാൾ സമീപിക്കുന്നു. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്തിന്റെ നാളാ? യഹോവയുടെ നാൾ, മനുഷ്യപുത്രന്റെ വരവ്.
ന്യായവിധിയുടെ നാൾ എന്ന് പറഞ്ഞാൽ ഈ ലോ അവസാനിക്കാൻ പോകുന്ന ആ നാള് വരുന്തോറും എന്ത് ചെയ്യാൻ സഭയെ ഉത്ബോധിപ്പിക്കുക? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് നിങ്ങൾ നാളടുക്കും തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. അവിടെ സഭായോഗം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എപ്പിസുനഗോഗെ. ഈ വാക്ക് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടതാണ്. ഈ വാക്ക് നന്നായിട്ട് പഠിക്കണം. ഈ എപ്പിസുനഗോഗെ എന്ന വേർഡ് നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും. അവനോട് കൂടെ ഇരിക്കും എന്ന വാക്കാണ്. നിങ്ങൾ ബൈബിളിലേക്ക് തന്നെ വരിക. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. നമുക്കറിയാം അവിടെ ഈ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ദൈവികമായ വിൻഡിക്കേഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് ദെയർ റിസറക്ഷൻ, അവരുടെ റിവാർഡ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. 37-ാമത്തെ വാക്യത്തിലേക്ക് നോക്കണം. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ശ്രദ്ധിക്കുക. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഞാൻ അതിന്റെ മത്തായിയുടെ സുവിശേഷം 23-ന്റെ ഇംഗ്ലീഷ് ഭാഗത്തിലേക്ക് തന്നെ വരാം. ജെറുസലേം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ താഴ്ത്തു പറയുന്നു. അതായത് how often would I have gathered thy children together. Gathered thy children together എന്നതിന് അവിടെ gather എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എപ്പിസുനഗോഗെ. മത്തായിയുടെ സുവിശേഷം 23-ന്റെ 37-ാമത്തെ വാക്യം. അപ്പം ഇവിടെ എപ്പിസുനഗോഗെ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾ വായിച്ചു നോക്കേ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകുന്നു എന്നാണോ അത് അർത്ഥമാക്കുന്നത്? അല്ല, നിങ്ങളെ ഞാൻ എന്റെ കൂടെ ചേർക്കാൻ എപ്പിസുനഗോഗെ. അപ്പം ഈ എപ്പിസുനഗോഗെ എന്ന വേർഡ് എവിടുന്ന് വന്നെയാ? സിനഗോഗ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? അന്ന് ആ ജനം ദൈവാരാധനയിൽ വചന പഠനത്തിനായി കർത്താവിനെ ആരാധിപ്പാനായി കൂടി വന്നിരുന്ന അവരുടെ പ്രാർത്ഥനാ സ്ഥലത്തിന്റെ പേരാണ് സിനഗോഗ്. അപ്പം എപ്പിസിനഗോഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കൂട്ടാൻ, ഗ്യാദർ ചെയ്യിപ്പിക്കാൻ, ഒരുമിപ്പിക്കാൻ. ചിതറിക്കിടന്ന് നിങ്ങളെ ഞാൻ കോഴികൾ ഇങ്ങനെ അതാ പറഞ്ഞത്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ അമ്മ കോഴി തന്റെ ചിറകിന്റെ കീഴിൽ ഇങ്ങനെ സ്വരൂപിപ്പിക്കുന്നത് പോലെ, സുരക്ഷിതമാക്കുന്നത് പോലെ, ഒരുമിച്ച് കൂട്ടുന്നത് പോലെ നിങ്ങളെ കൂട്ടുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കണം. ഇത് അപ്പൊ യഥാർത്ഥമായി ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം, എപ്പിസുനഗോഗെ എന്ന് പറയുമ്പോ ഗാദറിംഗ്, ഈ രണ്ട് പദം, ഒന്ന് ഹർപാസോ എന്ന പദം നമ്മൾ പഠിക്കാൻ പോകും. അതായത് കോട്ടപ്പ് അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്ന വാക്ക്, കോട്ടപ്പ് ചെയ്യുക, എടുക്കപ്പെടുക, നമ്മൾ പിന്നെ പഠിക്കും. ഈ രണ്ട് വാക്കുകൾ ഒരുമിച്ചാണ് നമ്മുടെ പഠനം ഇന്ന് പോകേണ്ടത്. അപ്പം ഇവിടെ എപ്പിസുനഗോഗെ എന്ന വാക്ക് കൃത്യമായിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഗ്യാദർ ചെയ്യിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന, അതായത് അവന്റെ വിശുദ്ധന്മാർ, ഗ്യാദറിംഗ് ഓഫ് ദ ഇലക്ട്, ഒരുമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മൃതന്മാരെ താന് തന്റെ ചിറകിലോട്ട് ചേർക്കാനായിട്ട് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവരെവിടെയാ സാധാരണയായിട്ട് കൂടുന്നത്? ഇവരുടെ സിനഗോഗ് എവിടെ? ഇവരുടെ എപ്പിസുനഗോഗ എവിടെയാ നടക്കുന്നത്? ആക്ച്വലി ഇവർ ഒരുമിച്ച് കൂടുന്നത് യെരൂശലേമിലാണ്.
കർത്താവ് യെരൂശലേമിനെ നോക്കി, അവിടെ സംഭവിക്കുവാൻ പോകുന്ന വിപത്തിനെ നോക്കി, ഭയാനകമായ മാരകമായ അപകടത്തെ നോക്കി മുൻ കണ്ടിട്ട് കർത്താവ് കരയുകയാണ്. മറ്റു ചിലയിടങ്ങളിൽ അവൻ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. അതിന് സംഭവിക്കുവാൻ പോകുന്ന വ്യഥയോർത്ത്, വേദനയോർത്ത്, ദുരിതമോർത്ത്, അവിടുത്തെ ജനങ്ങൾക്ക് വരാൻ പോകുന്ന കഠിനമായ ശോധനകളെ ഓർത്ത് യേശുനാഥൻ കരഞ്ഞു. എന്നിട്ട് പറയുക, നിങ്ങളെല്ലാം ഒരു കോഴി ചിറകിന്റെ കീഴിൽ ചേർക്കുന്നത് പോലെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ആലയത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ശൂന്യമാക്കാനായിട്ട് പോവുകയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പം ഇതിന്റെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പി സിനഗോഗ് എന്ന് പറയുന്ന സിനഗോഗ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അതിന്റെ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് എപ്പി പ്ലസ് സിനഗോഗ് എന്ന രണ്ട് കോമ്പൗണ്ട് വേർഡുകളാണ് എപ്പി സിനഗോഗ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം ഇവിടെ ദൈവം എന്ത് ചെയ്യാമോ ഇവരെ ഒരുമിച്ച് ചേർക്കുക. ഇതിനെ മനസ്സിലാക്കിക്കാൻ ഒന്ന് രണ്ട് ചെറിയ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം, ബൈബിൾ ഉള്ളവർ ആ വേദഭാഗം എടുത്തൊന്ന് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം. 52-ാമത്തെ വാക്യം ഞാൻ നേരത്തെ മുമ്പൊരിക്കൽ വായിച്ചു. ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കുക. ഇതെല്ലാം ഞാൻ മുമ്പ് നമ്മൾ തൊട്ട് പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യാ? ഗ്യാദർ ചെയ്യിപ്പിക്കുക, ഒരുമിച്ച് ശേഖരിക്കുക. എവിടുന്ന് അവരെ ശേഖരിക്കുന്നത്? അവരെ മരണക്കുഴിയിൽ നിന്ന്, ശവക്കുഴിയിൽ നിന്ന് ശേഖരിക്കുന്നു എന്ന് നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി. സോ ഇവിടെ ദൈവം അവരെ ചേർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മള് ഡ്യൂട്രോണമി 30:4 ഒരു വാക്ക് ദൈവം ഇസ്രായേലിന് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്, ഒരു വാഗ്ദത്തം. അത് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 4, 4-ാം വാക്യം. നിങ്ങൾക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. അങ്ങനല്ലേ? ആകാശത്തിന്റെ അറുതി വരെ നിങ്ങൾ ചിതറിയിരുന്നാലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുവരുമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലേ? ഡ്യൂട്രോണമി ചാപ്റ്റർ 30:4. ഇതേ പദമല്ലേ? മത്തായി 24:31 നമ്മൾ വായിച്ചത്, മഹാദൂതന്മാരെ കാഹളധ്വനിയോടുകൂടെ അയക്കും, അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തോ അതേ പ്രവചനമാണ്. അതായത് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 4-ൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ദൈവത്തിന്റെ പുത്രനായ യേശു മത്തായിൽ വീണ്ടും ഒന്ന് കോട്ട് ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. ഇത് എപ്പി സിനഗോഗെ, കൂട്ടിച്ചേർക്കുക, ഗ്യാദർ ചെയ്യിപ്പിക്കുക എന്നാണ്. എസെക്കിയേലിന്റെ പ്രവചനത്തിലെ ഒരു വാക്യം കൂടെ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നോക്കാം. എസെക്കിയേൽ 27. ഈ റെഫറൻസുകൾ നിങ്ങൾക്ക് മറന്നു പോകാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു. അതിന്റെ 37-ന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം വിളിച്ചു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ റിസറക്ഷൻ ആണ്, റിസറക്ഷൻ ഓഫ് ദ സെയിൻസ്. അപ്പൊ എന്താ റിസറക്ഷൻ? ഞാൻ പറഞ്ഞു, ഡെത്ത് ആണ്. അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി പറയുന്നില്ല. സോ ഒരിക്കലും അത് ഫിസിക്കൽ റിസറക്ഷൻ അല്ല. ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്നിട്ട് നിങ്ങളെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ശവങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് ഇസ്രായേലിലേക്ക് വരുമെന്നല്ല. ബഹുജാതികളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ആത്മമരണം, ആദാമ്യ മരണം സംഭവിച്ച ഇവരെ വീണ്ടും ക്രിസ്തു തന്റെ കൂട്ടായ്മയിലേക്ക്
തന്റെ സിന്നഗോഗിലേക്ക്, അതാണ് ഞാൻ മനസ്സിലാക്കുക, തന്റെ സിന്നഗോഗിലേക്ക്, തന്റെ ആലയത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായം മുതൽ 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ആലയത്തെക്കുറിച്ചും മറ്റും ഈ കാര്യങ്ങൾ പറയുന്ന കാര്യം ഞാൻ മറക്കരുത്. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളുടെ നടുവിൽ വസിക്കും, ഞാൻ അവരുടെ നടുവിൽ നടക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർക്ക് ജനമായിരിക്കും എന്നുള്ള വാക്കുകളെല്ലാം കൂടെ ദൈവം എന്ത് ചെയ്യാൻ പോവാണ്? ദൈവം ഒരു സിന്നഗോഗ ഉണ്ടാക്കാൻ പോകുക, ദൈവം ഒരു ടാബർനാക്കിൾ ഉണ്ടാക്കാൻ പോകുക. ഈ വാക്കുകളെ ഞാൻ മാത്രം എടുക്കുന്നു, കാരണം ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ തിയറികൾ രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സമയം ഇതിനു വേണ്ടി എടുക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എപ്പിസിനഗോഗ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ബൈബിളിലുണ്ട്. അപ്പൊ ദൈവം എന്ത് ചെയ്യാണ്? ഒരു ആലയത്തെ ഉണ്ടാക്കാൻ പോകുക, അതായത് നിങ്ങളുടെ ഭവനം ശൂന്യമാകും. എന്നിട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ബിൽഡ് എ ടെമ്പിൾ, ഗോഡ് ഈസ് ഗോയിങ് ടു ബിൽഡ് എ ചർച്ച്, ഗോഡ് ഈസ് ഗോയിങ് ടു ബിൽഡ് എ സിനഗോഗ്. ഞാൻ നേരത്തെ ചർച്ച് എന്ന് പറയുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇപ്പൊ തൽക്കാലം പോകണ്ട. നമുക്ക് ഈ ജനതയെ കൂട്ടിവരുത്തുന്ന ശ്രദ്ധ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വിശദീകരണം ഇങ്ങനെ എടുക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പൊ ഇവിടെ ദൈവം എന്ത് ചെയ്യുക? ഇവരെ ഗ്യാദർ ചെയ്യിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക. പെന്തിക്കോസ്ത് നാള് വന്നപ്പോൾ നമുക്കറിയാം, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ജനങ്ങളിൽ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഒരു രക്ഷ പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ രക്ഷിക്കപ്പെടുക, അപ്പൊ എവിടെ നിന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്? എന്തിനാ അവരെവിടുന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്? ഇസ്രായേൽ ജനമാണ്, യഹൂദന്മാരാണ്, ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നവർ. അവരുടെ പാപം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഒരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഇസ്രായേലിൽ അന്ന് യഹൂദന്റെ ഇടയിൽ പ്രസംഗിച്ചപ്പോൾ അവരുടെ പാപം എന്താ? ആ ജനത്തിന്റെ പാപം എന്താ? മദ്യപാനമാണോ? ആദാമ്യ പാപമാണോ? ശ്രദ്ധയോടെ കേൾക്കുക. ആദാമ്യ പാപം എന്നൊരു പാപം മിശിഹായുടെ കാൽവറി മരണത്തിന് ശേഷം ഇല്ല. മിശിഹായുടെ, നമ്മൾ ഇപ്പോഴും ആളുകൾ, വളരെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പാപികളാണ്, സകല മനുഷ്യരും പാപികളാണ്. എനിക്ക് വേദന തോന്നി. എനിക്ക് അന്നേരം തോന്നി, പിന്നെ യേശു കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് തന്റെ ദേഹത്തെ കീറി രക്തത്തെ ചിന്തി ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടായി മാറിയ യേശു ക്രിസ്തു എവിടെ? അവിടുത്തെ കുരിശിലെ പ്രവൃത്തി എവിടെ? അവിടുത്തെ കാൽവറിയെ ഒന്ന് ഓർക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ജനതയ്ക്കും പാപം, ഇന്ന് ജനത്തിന്റെ പാപം എന്താ? നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ലോകത്തിന്റെ പാപം ചുമന്നു. അത് ആ ലോകത്തിന്റെ പാപങ്ങളല്ല, പാപം, sin of Adam. Jesus took away the sin of Adam. That means there is no more Adamic sin. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ആരും തന്നെ ആദാമ്യ പാപത്തിൽ അല്ല. 2, ദൈവം യേശുക്രിസ്തുവിൽ, പിതാവ് യേശുക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അവരുടെ ലംഘനങ്ങൾ, ലോകത്തിന്റെ ലംഘനങ്ങൾ കണക്കിടാതെ തന്നോട് നിരപ്പിച്ചു പോന്നു. ലോകത്തിന്റെ ലംഘനങ്ങൾ കണക്കിടാതെ പിതാവ് ഈ ലോകത്തെ തന്നോട് നിരപ്പിക്കുന്നു. അപ്പം ഒരു ലംഘനവും കണക്കിടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്
വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ഈ പ്രസ്താവനയ്ക്ക്. ഒറ്റ സിന്ന് കർത്താവ് കണക്കിടുന്നില്ല. ജനിച്ചു വീഴുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും പാപിയായിട്ടല്ല ജനിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് സുവിശേഷമാണ് ലോകത്തിന് കൊടുക്കാറുള്ളത്? എന്ത് സുവിശേഷം കൊടുക്കാറുള്ളത്? കാരണം പാപം എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ അടിത്തറയിലാണ് നമ്മൾ കാൽവറി കുരിശിനെ പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം. അപ്പൊ നമ്മളിപ്പോ ചോദിക്കാം, വെള്ളം മദ്യപിക്കുന്നില്ലേ, വെറുക്കൂത്തില്ലേ, ദുർനടപ്പില്ലേ, കൊലപാതകമില്ലേ, മയക്കുമരുന്നിന് അടിമകളല്ലേ? The law of evil, that is evil. That is evil. That is the work of flesh. Sin is not the work of flesh. ഒരു മനുഷ്യൻ മദ്യപിക്കും, that is not sin. That is the work of his flesh. Sin, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയാൽ നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും. ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയാൽ ന്യായവിധിയെക്കുറിച്ചും. ആരായി ലോകത്തിന്റെ പ്രഭു? ലോകത്തിന്റെ പ്രഭു ആരാണ്? സിസ്റ്റം ഓഫ് ലോ. എഴുതി വെക്കണം, നോട്ട് ചെയ്യണം. ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ദൈവം, പ്രിൻസ് ഓഫ് ദ വേൾഡ്, പ്രിൻസ് ഓഫ് ഇതെല്ലാം is all things are connected to the law. ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ വീണുപോയ ലൂസിഫർ എന്തൊക്കെയാ പഠിപ്പിക്കുന്ന അറിയത്തില്ല. ന്യായപ്രമാണവും ആ സിസ്റ്റത്തെയാണ് ഈ വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും ഒക്കെ പറയുന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല. ഈ ന്യായപ്രമാണത്തിന്റെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എലോഹിംസുകളായിരുന്നു. എലോഹിമായിരുന്നു. ഒരു കുഞ്ഞു വേർഡ് ഞാൻ പറയാം. യഹോവ എന്ന പേരിൽ നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ ദൈവത്തെ കാണുന്നുണ്ട്. അത് ദൈവത്തിന്റെ, അതായത് യാഹുവേ വാസ് the angel of the Lord. Yahweh was the angel of the Lord. Jesus, he was not the son of Yahweh. He was the son of Most High. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലയിടും. പരിശുദ്ധാത്മാവ് അത്യുന്നതൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ അത്യുന്നതനായ ദൈവം, മോസ്റ്റ് ഹൈ ഗോഡ്, എൽ എലിയോൺ. ആ എൽ എലിയോണിന്റെ ഏഞ്ചൽ ആയിരുന്നു യാഹുവേ. അതുകൊണ്ടാണ് യേശു ഒരിക്കലും യഹോവയെ, പിതാവിനെ യഹോവ എന്ന് വിളിക്കേണ്ടത്. കോൺട്രവേഴ്സ്യൽ അല്ല, ചിന്തിക്കാൻ വേണ്ടി മാത്രം തന്നു വിടുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ സിൻ, പാപത്തെക്കുറിച്ച് ന്യായവിധി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം. ന്യായവിധി ആർക്ക്? ന്യായവിധി എവിടെ? ആർക്കാനായി? യഹൂദന്, ലോകത്തിന്റെ പ്രഭുവിന് ന്യായവിധി വന്നു. അതായത് കാൽവറി കുരിശിൽ ജഡ്ജ്മെന്റ് നടന്നു. അതിന്റെ എക്സിക്യൂഷൻ നടക്കാൻ ഒരു 40 years കൂടെ ബാക്കിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് കോടതിയുടെ വിധി പ്രഖ്യാപനം നടന്നു. എന്തോ വിധി പ്രഖ്യാപനം? ഇന്ന ആളിനെ ഇത്ര നാളിൽ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നത്. അതാണ് വിധി, അതാണ് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് അതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു പക്ഷെ ഡേറ്റ്സ് കഴിയുമായിരിക്കും. അപ്പം ലോകത്തിന്റെ പ്രഭുവിനെ കാൽവറി കുരിശിൽ യേശുക്രിസ്തു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാണ്. ഈ വാഴ്ച അധികാരം എന്ന് പറയുമ്പോൾ മന്ത്രവാദം ആഭിചാരം ഒന്നുമല്ല.
ന്യായപ്രമാണവും അതിന്റെ സിസ്റ്റവുമാണ്. അതിന്റെ മീതെ ആ സിസ്റ്റത്തെ മൊത്തം കാൽവറി കുരിശിൽ യേശുക്രിസ്തു ജഡ്ജ്മെന്റ് പ്രഖ്യാപിച്ചു. പരിശുദ്ധ റൂഹ അയച്ചിട്ട് പരിശുദ്ധ റൂഹ എന്ത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് ന്യായവിധിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് ന്യായവിധിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരുമെന്നുള്ള യോവേൽ പ്രവാചനത്തിന്റെ ദൂതെടുത്തിട്ട് അതിന്റെ പുറകിൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെ കൂടെ കുറിച്ച് പരിശുദ്ധാത്മാവ് വന്ന സമയത്ത് തെളിയിച്ചു. അന്നാണ് ആദ്യമായി ദൈവത്തിന്റെ എപ്പിസുനഗോഗ് 3000 പേരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹി ഗാദേർഡ്. ആര്? കർത്താവ് ചേർത്തു. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് സഭയോട് ചേർത്തു. അന്നാണ് ഈ ന്യൂ ടെമ്പിളിന്റെ, നമ്മളെ പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ ആത്മീക ഗ്രഹം, ജീവനുള്ള കല്ലുകളായ നിങ്ങളെ കൊണ്ട് ആത്മീക ഗ്രഹമായി പണിതു വരുന്നു. ഞാനതിന്റെ നമ്മുടെ പൗലോസിന്റെ ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 20-ാം വാക്യം മുതൽ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ, ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. മൂലക്കല്ലാരാണ് യേശു ക്രിസ്തു, അടിസ്ഥാനക്കല്ലാരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഇതിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന്, എപ്പിസുനഗോഗയാ, ഇത് മനസ്സിലാക്കണം. അവനോടുകൂടെ ഇരിക്കും എന്ന വാക്കിന്റെ ഒരർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. അവനോടുകൂടെ ഇരിക്കും, എന്നേക്കും നാം അവനോടുകൂടെ ഇരിക്കും എന്ന് പറയുമ്പോൾ യേശുവിന്റെ കൂടെ പോയി ഏതോ മേഘത്തിൽ പോയി ഇരിക്കുന്ന കഥയല്ല. Is talking about be with Christ, to be in the fellowship of the Lord Jesus Christ. Hallelujah. അവനോട് കൂടെയുള്ള കൂട്ടായ്മയിലേക്ക് നാം വരികയാണ്. ഇവിടെ നോക്കിക്കേ, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എല്ലാരും കേട്ടോ, വളരുന്നു. വളർച്ച നിന്നിട്ടില്ല. അർത്ഥം എന്നാ? പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരെന്ന അടിത്തറയിൽ പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരാരാണ്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരാ. ഈ പുതിയ നിയമത്തിൽ ഈ റോഡിൽ കൂടെ നടക്കുന്ന പേരും അഡ്രസ്സും പറയുന്ന പ്രവാചകന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. പഴയ നിയമത്തിൽ യഹൂദന് വരുവാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ചും വാഗ്ദത്തത്തെക്കുറിച്ചും ആവർത്തിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ അടിത്തറ, അപ്പോസ്തലന്മാരുടെ അടിത്തറയിൽ ഒരു ഭവനം, ഒരു കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി പണിതു വരുന്നു, വിശുദ്ധമായി വളരുന്നു. അടുത്തത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഈ പ്രക്രിയയുടെ പേരാണ് എപ്പിസുനഗോഗേ. എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ല. എന്റെ കൂട്ടായ്മയിലേക്ക്, എന്നോടുള്ള സഹവർത്തിത്വത്തിലേക്ക് കൊണ്ടുവരിക. അതായത് ഞാൻ ഈ ഭവനം ശൂന്യമായി വേറൊരു ഭവനം പണിയാൻ പോവുകയാണ്. ദൈവമക്കൾക്ക് മനസ്സിലാണോ? അപ്പൊ ഈ പണിയാൻ പോകുന്ന ഭവനത്തിന്റെ മൂലക്കല്ലാരാണ്? യേശുക്രിസ്തുവാണ്. ഓക്കെ, ഈ മൂലക്കല്ലിനെ കുറിച്ച് ഒരു പ്രവചനം തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അത് സക്കറിയാവിന്റെ പ്രവചനത്തിൽ എടുത്തു. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒന്ന് ടേൺ ചെയ്തു. സക്കറിയാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായം. പരിചയമുള്ളൊരു വാക്യമാണ്. 6-ാമത്തെ വാക്യം. എന്നാൽ അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോട് ഉള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് താഴോട്ട് അടുത്ത വാക്യം. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ നീ സമഭൂമിയായി തീരും, അതിന് കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ലുകൾ അതിന്. ഇവിടെ എന്താ പ്രോബ്ലം? ഇവിടുത്തെ പശ്ചാത്തലം, ഹഗായിയും സക്കറിയാവും ബാബേൽ പ്രവാസത്തിൽ നിന്ന് എസ്രായുടെയൊക്കെ നേതൃത്വത്തില് ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് തിരികെ വന്നു. അവർ മുൻപ് ആരാധിച്ചുകൊണ്ടിരുന്ന യെരൂശലേം ദേവാലയം വെറും കൽക്കുന്നായി മാറി.
ലോകത്തിൽ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള, ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വിലമതിക്കാനാകാത്ത കോടി 10 ലക്ഷം കോടി ആസ്തി തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ 10 ലക്ഷമല്ല, കോടാനുകോടി എന്നൊക്കെ പറയാവുന്ന നിലയിൽ സമ്പന്നമായ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് വാല്യൂബിൾ സ്ട്രക്ചർ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മഹാത്ഭുതമായിരുന്നു ശലോമോന്റെ മന്ദിരം. ആ മന്ദിരം പൊളിച്ച് വെറും കൽക്കുന്നായിട്ട് കിടക്കുന്നു. അത് കണ്ടവർ വിലപിച്ച് കുറെ കല്ലുകളെല്ലാം ഇറക്കി വെച്ച് ഒരു ആലയം പണിയുവാനായി സെരുബാബേൽ തീരുമാനിച്ചു. സെരുബാബേൽ തീരുമാനിച്ചപ്പോൾ അവന്റെ മുമ്പിലെ ആവശ്യങ്ങളും പ്രതിസന്ധികളും പർവ്വത സമമായതുകൊണ്ട് ദൈവം സെറുബാബേലിനും പർവ്വതത്തിനും നടുവിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാ, സെറുബാബേലെ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലാണ്. സെരുബാബേലിനുള്ള ദൈവത്തിന്റെ ദൂത് എന്റെ ശക്തിയാലാണ്. നേരെ പർവ്വതത്തിനു നേരെ തിരിഞ്ഞുകൊണ്ട് കർത്താവ്, ഹേ മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. എന്നിട്ട് പറയാണ് ഏതിന്? ദൈവാലയത്തിന്. മുമ്പുള്ള പഠനങ്ങൾ പഠിക്കണം. ദൈവാലയം, അതായത് ശലോമോൻ സെറുബാബേൽ പണിയാൻ പോകുന്ന ദൈവാലയത്തിന് അവൻ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. ഈ ആണിക്കല്ല് എന്ന വാക്കിന്റെ യഥാർത്ഥ ഹീബ്രു പദം റോഷ് എബൻ. റോഷ് മീൻസ് ഹെഡ്, എബൻ മീൻസ് കല്ല്. റോഷ് എബൻ മീൻസ് തലക്കല്ല്. കേൾക്കുന്നുണ്ടോ? തലക്കല്ല്. ഇവിടെ യേശുക്രിസ്തു തന്നെ മൂലക്കല്ല്. ഈ മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ കോൺസെപ്റ്റിൽ മൂലക്കല്ല് ഒരു വീടിന്റെ മൂലയിൽ കൊണ്ടുവെക്കുന്ന ആദ്യത്തെ കല്ലാണ്. ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നൊക്കെ പറയും, മൂലക്കല്ലാന്ന് പറയും. അവിടെ പ്രാർത്ഥിച്ചൊക്കെ വെക്കും നമ്മൾ. ചില ഭക്തന്മാർക്ക് ഭക്തി കൂടിക്കഴിഞ്ഞാൽ ബൈബിൾ കൊണ്ട് അടി വെച്ചിട്ട് ബൈബിളിന്റെ അടിത്തറയിൽ വീട് പണിതിരിക്കുന്നു പറഞ്ഞിട്ട് ബൈബിളിനെ അടി വെച്ചിട്ട് അതിന്റെ മേളിൽ കല്ല് വെച്ചിട്ട് വീട് പണിത പുള്ളികളൊക്കെ ഉണ്ട്. ആ ബൈബിളൊക്കെ ചെതറടിച്ചു പോയി. ആ കെട്ടിടത്തിന്റെ മൂല കൊണ്ടുവെക്കുന്ന കല്ലല്ല മൂലക്കല്ല്. നമ്മുടെ യേശുക്രിസ്തു മൂലക്കല്ല് എന്ന് വെക്കുന്ന ആ വേർഡ് ഇവിടെ ഉപയോഗിച്ചിരുന്നു ആണിക്കല്ല് എന്നോ. ആണിക്കല്ല് കയറ്റുമെന്നോ. ഈ ആണിക്കല്ല് എന്ന് പറയുന്നതാണ് മൂലക്കല്ല്. കേപ്പ് സ്റ്റോൺ, ഹെഡ് സ്റ്റോൺ, റോഷെബൻ. അതുകൊണ്ടാണ് നമ്മള് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അതിന്റെ ഒരു ഉപമ യേശു പറയുമ്പോൾ അതിന്റെ ആദായം എടുക്കേണ്ടതിന് വേലക്കാരെ അയക്കുന്നു, അവരെല്ലാം പിടിച്ചു കൊന്നു കളയുന്നു. കുടിയാന്മാര് അവരെ ഉപദ്രവിക്കുന്നു, പുത്രനെ അയക്കുന്നു, പുത്രനെ വെളി കൊണ്ടുവന്ന് കൊന്നു കളയുന്നു. എന്നിട്ട് തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന വാക്യം 118 സങ്കീർത്തനത്തിൽ നിന്ന് എടുക്കും. സംഭവം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ കർത്താവ് അപ്പോസ്തലന്മാരിലൂടെ ഇങ്ങനെ പണിതു വരിക, ഒരു ഭവനം പണിതത്. അവിടെ അക്ഷരികമായ ഒരു ആലയം നിപ്പുണ്ട്. ആ അക്ഷരികമായ ആലയം നിൽക്കുമ്പോഴും 12 അപ്പോസ്തലന്മാരുടെ അടിത്തറയിൽ, പ്രവാചകന്മാരുടെ വാക്തത്വത്തിന്റെയും പ്രവചനദൂതുകളുടെയും അടിത്തറയിൽ ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു ഗ്രഹം. ആ ഗ്രഹത്തെക്കുറിച്ച് പണ്ട് നമ്മുടെ അബ്രഹാം കാത്തിരുന്നു. ഇത് ശ്രദ്ധയോടെ കേട്ടോ. അബ്രഹാം കാത്തിരുന്ന ആ ഗ്രഹം ആത്മീകമായി പണിതു തുടങ്ങുന്നു. അതിനകത്ത് ഒരു കല്ലായിരുന്നു നമ്മുടെ കർത്താവ്. ആ കർത്താവ് വന്നപ്പോ യഹൂദന്മാർക്ക് നോക്കിയപ്പോൾ സാധാരണ കല്ലല്ല, എന്തോ ഒരു ഡിഫറെന്റ് ഷേപ്പ്. നമ്മുടെ ഇടയിലോട്ട് ഫിറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഇടയിലോട്ട് അതിനെ വെക്കാൻ പറ്റുന്നില്ല, പുരോഹിതന്മാരുടെ ഇടയിൽ വെച്ചിട്ട് ചേരുന്നില്ല, വിശ്വാസിയുടെ ഇടയിൽ വെച്ച് ചേരുന്നില്ല എന്ന് പറയുന്നത് യഹൂദന്റെ മതത്തിന്റെ സിസ്റ്റത്തിന്റെ ഇടയിൽ ആ ഒരു ഫിറ്റ് ആകാത്ത കല്ല്. ഇതിന്റെ ഒരു പശ്ചാത്തലം, വീട് പണിയെ തള്ളിക്കളയുന്ന കല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട് പണിതുകൊണ്ടിരിക്കുമ്പോ ഇത് പണിതുകൊണ്ടിരിക്കുന്ന മേശിരിയുടെ കയ്യിൽ ഒരു കല്ല് കിട്ടും. ആ കല്ല് 2 കല്ലുകളുടെ ഇടയിൽ ചെലുത്തി വേണം പണിയാൻ. അവ കൃത്യമായ നിലയിൽ താഴെ വെച്ച് തന്നെ വെട്ടുകുഴി വെച്ചതിന്റെ കുറവ് തീർത്ത കല്ല് കൊണ്ടാണ് പണിയുന്നത്. മേളി വെച്ച് കൊട്ടും ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടെല്ലാം കൃത്യമായി അളന്ന് മുറിച്ചെടുത്ത കല്ല് വെച്ചാ പണിയുന്നത്. അല്ലാതെ മോളി വെച്ചിട്ട് ഇങ്ങനെ കരണ്ടി കൊണ്ട് വെട്ടാൻ പറ്റും. നമ്മുടെ നാട്ടില് വെട്ടിപ്പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മേളി കൊണ്ടിരുമ്പോ ഈ കറ്റ് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല.
ഫിറ്റ് ആകാതെ വന്നാൽ പിന്നെ അതിനെ വെച്ചൊന്നും ചെയ്യത്തില്ല, മേശ എടുത്ത് ദൂരെയൊക്കെ എറിയും. അപ്പൊ യേശു ക്രിസ്തു എന്ന കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ കല്ല്, നമുക്കറിയാം വെളിപ്പാട് ദാനിയേലിന്റെ പ്രവചനത്തിൽ കൈ തൊടാതെ വന്ന കല്ല്. ആ കല്ല് ഇവരുടെ സിസ്റ്റത്തിലോട്ട് അത് ഫിറ്റ് ആവുന്നില്ല. ഈ ഫിറ്റാകാത്ത കല്ലിനെ എന്ത് ചെയ്തു? യഹൂദന്മാർ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ കല്ലിനെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ആ കല്ലിനെ സ്വർഗത്തിലേക്ക് എടുത്തു. എന്തിനാ അത് സ്വർഗത്തിലേക്ക് എടുത്തു ചോദിച്ചാൽ, ഈ വീട് പണിന്നവർ കളഞ്ഞ ഈ കല്ല് മൂലക്കല്ലായി മാറണം. അവിടെ നമ്മൾ ആണിക്കല്ല്, അവൻ ആണിക്കല്ല് കയറ്റു വന്നു. ഈ ആണിക്കല്ലായിട്ട് മാറാൻ ഈ ആളിനെ എന്ത് ചെയ്തു? പിതാവ് മുകളിലേക്ക് എടുത്തു. കാരണം ഈ ആളിന്റെ പണി താഴെ നിന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ടാണ്. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാണെന്നുണ്ടോ? നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എപ്പിസുനഗോഗെ. സോ വീട് പണിതവർ ഈ കല്ലിനെ എടുത്ത് ഉപേക്ഷിച്ചു, ദൂരേക്ക് എടുത്തെറിഞ്ഞു. ദൈവം അവനെ മഹത്വീകരിച്ചു, തേജസ്സിൽ സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തു. ആ കല്ല് ഇതാ പണിതു വരിക. ഇവിടെ ആലയം പണിത അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിത്തറയില് കല്ല് ഇങ്ങനെ പണിത് കെട്ടിടം ആത്മീയഗ്രഹം, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ആത്മീയഗ്രഹമായി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്തിന്റെ അല്ല വൻകരയിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് ഒരു ദൈവഗ്രഹമായി പടുത്തുയർത്തുന്നു. I'm talking about New Jerusalem. ഇതിങ്ങനെ ആത്മീയ എഫെസോസിൽ സഭയിൽ പറയുമ്പോൾ ആത്മീയഗ്രഹമായി പണിയുന്നു. ഓരോ കല്ലുകൾ ജീവനുള്ള കല്ലുകളായി പണിതു. ഇങ്ങനെ പണിത് ഇതൊരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ടോക്കാണ്. പണിത് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെയൊക്കെ ഇസ്ലാമികമായ മുസ്ലിം മോസ്കുകളിൽ അവരുടെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഭാഗം കാണാൻ പറ്റും. ഇത് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കടമെടുത്തത്. ഇതിങ്ങനെ ആലയം പണിത് ഇങ്ങനെ മുകളിൽ വരും. ഇതിനെ നമ്മുടെ ഇന്നത്തെ പോലെ കോൺക്രീറ്റ് വെച്ച് ഇരുമ്പ് വെച്ച് ഒന്നുമല്ല പണിയത്. കല്ലുകൾ ചെലുത്തി ഒരു കല്ലിന്റെ പുറത്ത് അടുത്ത കല്ല് ചെലുത്തി ഡോം, താങ്ക് യു, ആ ഡോം പോലെ ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഒടുവിൽ എത്തി എല്ലാ കല്ലുകളും നാനാ ലോകത്തിന്റെ നാനാ ഭാഗത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. ഈ ഡോമാണ്. എല്ലാ കോർണറിൽ നിന്ന് കല്ലുകൾ വന്ന് ആഡ് ചെയ്ത് ലാസ്റ്റിൽ മുകളിലെത്തുമ്പോ മുകളിലത്തെ കല്ല് ഏറ്റവും ഒടുവിൽ ഒരു കല്ലിന് മാത്രം ഇറങ്ങണം. ആ കല്ലാണ് ആണിക്കല്ല്. ആ കല്ല് മുകളിൽ നിന്ന് വരേണ്ട കല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു തന്നെ? എന്ത് മനോഹരമായിട്ട് ഫിഗറേറ്റീവ് പഠിക്കും. ഇത് പടുത്ത് ഇപ്പൊ എന്നെയും എല്ലാവരും പടുത്ത് ഇങ്ങനെ പണിത് വന്നിട്ട് ഒടുവിൽ ഒരു കല്ല് വശങ്ങളിൽ നിന്ന് ചെലുത്താൻ പറ്റില്ല. അതായത് തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുള്ള 4 ദിക്കിൽ നിന്ന് ചെലുത്താൻ പറ്റില്ല. ഒരു കല്ലിനെ നേരെ സ്വർഗത്തിൽ നിന്ന് തന്നെ മുകളിൽ നിന്ന് തന്നെ വരണം. ആ മുകളിൽ നിന്ന് വന്ന് ഈ കല്ലുകളോടുകൂടെ ജോയിൻ ചെയ്യും. അതാണ് പറഞ്ഞത് കർത്താവ് വന്നു, the coming of the son of man. ആണിക്കല്ല് വരുന്നു. ആണിക്കല്ല് വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് ഈ വലിയ സിനഗോഗിന്റെ, ഈ വലിയ ആത്മീക ഗ്രഹത്തിന്റെ ആണിക്കല്ലായി മാറി. ഏറ്റവും മുകളിൽ നിന്ന് ആ കല്ലിങ്ങനെ ചെലുത്തപ്പെടുകയാണ്. ആ കല്ല് അവിടെ വന്ന് ചെലുത്തപ്പെട്ടാൽ മാത്രമേ ബാക്കി കല്ലുകൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്കറിയാമോ, സെറുബാബേൽ സെക്കറിയാവിന്റെ പ്രവചന പുസ്തകത്തിൽ സെറുബാബേലിനോടുള്ള ദൂതില് അവിടെ പറയുന്ന ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോൾ, ഈ കല്ല് വരുമ്പോൾ അവിടെ ആഘോഷിക്കപ്പെടുന്ന ശബ്ദം എന്താ? ലോ, പ്രമാണം എന്നൊന്നുമല്ല, കൃപ 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 എന്ന ആർപ്പോടെ ആണിക്കുന്നത്. മിശിഹായുടെ മടങ്ങി വരവ് പുതുനിയമം ആരംഭിക്കുകയാണ്. പുതുനിയമം ബേസ് ആയിരിക്കുന്നത് അതെ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എങ്കിൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അവന്റെ കൃപയുടെ ആർപ്പാണ് ഈ കല്ലിന്റെ വരവിൽ ലോകത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അന്ന് മുതൽ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ മഹാകൃപയുടെ സന്ദേശവാഹകന്മാരായി അവിടുത്തെ ദൈവമനുഷ്യരെ, ദൈവപുത്രന്മാരെ കൃപയുടെയും കരുണയുടെയും മൂർത്തിഭാവങ്ങളായി ലോകത്തിൽ അവനാക്കിയിരിക്കുന്നു. അവന്റെ പുത്രന്മാർ വെളിപ്പെട്ടു നിൽക്കുന്നു. ആ കല്ല് ആണിക്കല്ലായി ചെലുത്തപ്പെടുന്നു. സോ സെറുബാബേൽ അവിടെ പറയുമ്പോഴും ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ട്രൂ ടെമ്പിൾ, the real temple, the spiritual temple. So ഇനി ശ്രദ്ധിക്കണം, എന്തിന് ഗ്യാദർ ചെയ്തു?
അവന്റെ അടുക്കലേക്ക് എന്തിനു ചേർത്തു? ആത്മീക ഗ്രഹമായി പണിയാൻ. ആത്മീക ഗ്രഹമായി പണിയാൻ. എപ്പി സിനഗോഗെ, നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? നിങ്ങളുടെ ഭവനം ശൂന്യമാകും. നിങ്ങളുടെ ഭവനം ശൂന്യമാകും. പകരം ആ സ്ഥാനത്ത് ഞാന് മൃതന്മാരെ അവരുടെ ശവക്കുഴിയിൽ നിന്ന് ഒരുമിപ്പിച്ച് ദൈവമക്കളെ കൂട്ടിച്ചേർത്ത് ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർത്ത് ആത്മീക ഗ്രഹമായി പടുത്തുയർത്തുന്നു. ദിസ് ഈസ് എ gathering of the people. നാം അവനോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, that doesn't mean that we are taking away to heaven. സ്വർഗ്ഗത്തിൽ എവിടെ ഇരിക്കല്ല, അത് ഗോഡിന്റെ ഒരു കാര്യമേ അല്ല. അപ്പൊ നിങ്ങൾ നമുക്ക് സ്വർഗ്ഗമൊന്നും ഇല്ലേ? Yes, I believe, of course. When I die, I'll go to heaven. I'll go to the most glorious, the better place, because I'm not from this world. I'm from that world. So that's why I'm not, ende pratyasha onnu adalla, karna already I am from that land. That's not my homeland, that's my homeland. ende pradisha bhavanam onnu alladu, njan vannade avadana. ഇവിടെ ജീവിക്കുമ്പോൾ എന്റെ പ്രത്യാശ സ്വർഗ്ഗമല്ല, ഇവിടെ ജീവിക്കുമ്പോൾ എന്റെ പ്രത്യാശ eternal life. Life with Jesus. Living with Jesus. Mirrorizing Jesus. To be in the fellowship of the sons of God. ദൈവത്തിന്റെ കൂടെയുള്ള ജീവിതം, മഹത്വപൂർണ്ണമുള്ള ജീവിതം. That's my hope. To tell you, brothers, you are not called for heaven. You are called and created for this earth. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി, ഈ സംവിധാനത്തിന് വേണ്ടി, സിസ്റ്റത്തിന് വേണ്ടി തമ്പുരാന്റെ കൃപയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ഇത് പ്രസംഗിക്കുന്നു. പെന്തക്കോസ്ത് നാളില് ഈ പണി ആരംഭിച്ചു. 3000 പേരെ അന്ന് ആഡ് ചെയ്തു. അന്ന് ആ സാൽവേഷൻ നിങ്ങൾ മനസ്സിലാക്കും, അതാണ് സാൽവേഷൻ. ഇത് പറയുമ്പോൾ ആളുകൾ വലിയ പ്രശ്നമാണ്. കാരണം ദൈവരാജ്യം എന്ന വെളിപ്പാടില്ലാത്തവർക്ക് ഇന്നും രക്ഷ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. രക്ഷ എന്ന് പറയുന്നത് അന്ന് പ്രസംഗിച്ചത് യഹൂദന്റെ ഇടയിലാണ്, യഹൂദന്മാരുടെ ഇടയിലാണ് ആ രക്ഷ പ്രസംഗിച്ചത്. എന്തായിരുന്നു ആ രക്ഷ? വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള രക്ഷ. അവരുടെ പാപം എന്തായിരുന്നു? യേശുവിനെ കൊന്ന പാപം. അത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? സ്നാനമേക്കാൻ പറഞ്ഞു. സ്നാനമേറ്റാൽ എന്ത് കിട്ടും? നിങ്ങൾ ആ യേശുവിനെ കൊന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ. എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന ഒരു ടീച്ചിങ് ഉണ്ട്. അത് ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഉപദേശത്തിലേക്ക് പോകുന്നില്ല. ഞാനൊരു ബൈബിളിലെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡോക്ട്രിൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ അപ്പോസ്തലന്മാർ പറഞ്ഞതിന്റെ കാരണം, യേശുവിന്റെ പേരിൽ സ്നാനമേറ്റാൽ യഹൂദന്മാർ ആ നിമിഷം അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് അവരെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഔട്ടാകും. സോ they baptized in the name of the Lord Jesus Christ. But Peter പ്രസംഗിക്കുന്നു, if you want to be saved, if you want the forgiveness of your sin, ശ്രദ്ധിക്കണം. അതായത് ഇവര് സ്നാനമേറ്റപ്പോൾ യേശു അവരുടെ പാപം ഇങ്ങനെ കഴുകിക്കളഞ്ഞല്ല, അല്ല. സ്നാനമേറ്റപ്പോൾ ഇവരെ യേശുവിന്റെ കമ്മ്യൂണിറ്റിയിലായതാണ്. യേശുവിന്റെ കമ്മ്യൂണിറ്റിയിലായപ്പോൾ തന്നെ ഇവർ രക്ഷിക്കപ്പെട്ടു. കാരണം യേശുവിന്റെ കമ്മ്യൂണിറ്റിക്ക് അവല്ല പുറത്താണ് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത്. ആ ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷപ്പെടുന്ന മെസ്സേജ് ആയിരുന്നു സാൽവേഷൻ, മെസ്സേജ് ഓഫ് സാൽവേഷൻ, മെസ്സേജ് ഓഫ് സാൽവേഷൻ. സോ ദേ പ്രീച്ച് ദ മെസ്സേജ് ഓഫ് സാൽവേഷൻ. അതുകൊണ്ടാണ് അന്ന് ലോത്തിന്റെ
കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. അവിടെ എല്ലാം വരുന്നത് ഒരു വലിയ പെട്ടകം, ആ പെട്ടകത്തിനകത്ത് കയറിയ രക്ഷപ്പെടാം, അല്ലാത്തവൻ വെള്ളത്തിൽ മുങ്ങിച്ചാവും. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സഭ അന്ന് AD 70 വരെ നമ്മളത് പഠിച്ചതാണ്, ഒരു രക്ഷയുടെ പെട്ടകമായി തുടരുകയാണ്. ആ പെട്ടകമാകുന്ന അതിനകത്തവരെ ജനത്തെ ഒരു ആത്മീയ ഗ്രഹമായി പടുത്തുയർത്തി ദൈവം ജനതയെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ഈ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചേർത്ത് ഒരു ആത്മീയ ഗ്രഹമായിട്ട് ഇത് വളരുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയേ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ആദ്യം യഹൂദനും പിന്നെ ഇവൻ രക്ഷ യഹൂദന്മാരുടെയും നല്ലയോ വരുന്നത്. രക്ഷ നിങ്ങൾ നോക്കിയേ, പൗലോസും പത്രോസും ഒക്കെ ആണെങ്കിലും ആദ്യം യഹൂദനോടായി പ്രസംഗിച്ചത്. കാരണം ഈ മെസ്സേജ് ആദ്യം യഹൂദന്റെ ചെവിയിലാണ് എത്തേണ്ടത്. എന്താണ് അവരുടെ ചെവിയിൽ എത്തിയ മെസ്സേജ്? നിങ്ങളുടെ ആലയം പൊളിയാൻ പോകുന്നു, എന്നിട്ട് ദൈവപുത്രന്റെ മിശിഹായുടെ സിനഗോഗ് ആരംഭിക്കാൻ പോകുന്നു, ആത്മീയ ഗ്രഹം പണിയാൻ പോകുന്നു, അതിനകത്തേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരാൻ പോകും. അതാണ് ദൈവരാജ്യം, കർത്താവിന്റെ രാജ്യത്തിന്റെ സന്ദേശം. ഓ ഹല്ലേലൂയ! ജീവന്റെ സന്ദേശം, മിശിഹയോട് കൂടെയുള്ള വാഴ്ചയുടെ സന്ദേശം ഇവരോട് പറയുകയായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ. നമ്മൾ ഇന്ന് പറയുന്ന നമ്മുടെ രക്ഷയുടെ ദൂതുകളൊക്കെ വളരെ ബാലിശമാണ്. ചിന്തിച്ചു നോക്ക്. താങ്കൾ രക്ഷിക്കപ്പെടണമെന്ന് ഒരാളോട് പറയുക, അദ്ദേഹം ചോദിക്കുക എവിടെ നിന്ന് പാപത്തിൽ നിന്ന്. ശരി, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ എല്ലാവരും പാപം ചെയ്യാതെയാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചു വെച്ചാൽ പറയും നമ്മൾ ബലഹീനരാണ്. നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന രക്ഷയ്ക്ക് ഒരു വാല്യൂ ഇല്ല, ഒരു ലോജിക് ഇല്ല. വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്തോട് രക്ഷ പ്രസംഗിക്കണോ? ഞാൻ പറയുന്നു വേണ്ട. പിന്നെ എന്ത് പ്രസംഗിക്കണം? ഇൻവൈറ്റിംഗ് ജീസസ്, ഇൻവൈറ്റിംഗ് ദ പീപ്പിൾ ടു ദ കമ്മ്യൂണിയൻ ഓഫ് ജീസസ്, ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു എൻജോയ് ജീസസ്. We are not called to preach, to go and preach salvation. No. I want to tell you one. Who is enjoying salvation? Who? ആര്? 100 പേരിൽ എത്ര പേര് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കും? ഒരാളെ കാണിച്ചു. എല്ലാവരും എവിടെയെങ്കിലും കിടറി വീഴും, എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ഞങ്ങൾ വേർപാടിൽ ആ വിശുദ്ധി പറയുന്നവരല്ല. ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്, 100% they are hypocrites ആയി. അവർ 100% കപട എന്താ പറഞ്ഞ ഹിപ്പോക്രൈറ്റ്സ് ആയി, കപട ഭക്തരായി. ഐ ഡോണ്ട് ബിലീവ്. ഞാൻ ഒറ്റയാളെ വിശുദ്ധി വേർപാട് പറയുന്നവർ ഒറ്റയാളത്തെ ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് വിശുദ്ധി വേർപാട് നമ്മുടെ കുഴപ്പങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു മാസ്ക് ആണ്. So for what we are preaching today, we are preaching and we are calling. അതുകൊണ്ടാണ് പറയുന്നത് we are not. ഞാൻ ഞങ്ങളുടെ സഹോദരന്മാരോടൊക്കെ പറയാം, don't go and preach the people സ്വർഗം നരകം. Go and find a friend, friendship കൂടുക. No, don't call him to the church, call him to the coffee house, cafeteria വിളിക്ക്, ഒരു കോസ്റ്റ കോഫി വാങ്ങിച്ചു കൊടുക്ക. എൻജോയ് വിത്ത് ഹിം. ആദ്യം അവനെ നേട്. ആദ്യം അവൻ നിന്നെ വിശ്വസിക്കട്ടെ. ഓരോ വിശ്വാസം ശ്രദ്ധിക്കണം. ഒരാളും നിന്നെ വിശ്വസിക്കണം. നിന്നെ വിശ്വസിച്ചിട്ട് വേണം അവൻ യേശുവിനെ വിശ്വസിക്കാൻ. വിശ്വസിക്കുന്നുണ്ടോ? വാക്യം അപ്പോസ്തലന്മാരുടെ ഒരു വാക്യമുണ്ട്. ഫിലിപ്പോസ് ശമരിയായി ചെന്നു. ശമരിയാക്കാർ ഫിലിപ്പോസിൽ വിശ്വസിച്ചെന്ന്. നമ്മളെ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഫിലിപ്പോസിൽ വിശ്വസിച്ചു. They believed in Philip and took baptism in the name of the Lord Jesus Christ. അപ്പൊ നമ്മൾ ഒരാളെ വല്ലവിധേന നമ്മൾ ശ്രദ്ധിക്കുക. വല്ലവിധേന ഒരാളെ നമ്മുടെ കോൺഗ്രിഗേഷൻ കൊണ്ടുവരിക, അവനെ പിടിച്ച് വചനം പഠിപ്പിക്കുക, അവനെ മതത്തിൽ ചേർക്കുക, പിന്നെ അവനെ സ്നാനപ്പെടുത്തുക, പിന്നെ പള്ളിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക, പിന്നെ അവന്റെ ഗതി പരഗതിയാക്കുക. ഇതല്ല വേണ്ടത്. അവന് കൊടുക്കേണ്ടത് ഫെലോഷിപ്പാണ്. ഇവിടെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് നരകവും സ്വർഗവും അല്ല. മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് കൂട്ടായ്മയാണ്, ബന്ധങ്ങളാണ്.
ഫെലോഷിപ്പാണ്. ഒരു സഭയ്ക്കകത്ത് ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ ആ ചർച്ചിൽ പോവുകയും ചെയ്യരുത്, വിട്ടുകളാ. എന്നിട്ട് സ്നേഹമുള്ള 4 or 5 പേരെ കൊണ്ട് ആ ഞായറാഴ്ച 10 മണിക്ക് ഏതെങ്കിലും ഒരു പാർക്കിലോ ഏതെങ്കിലും ഒരു കടൽ തീരത്തോ പോയി കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിരുന്ന് ഒരുമിച്ച് കഴിക്ക്. നീ ആ നരകം പിടിച്ച കൂട്ടായ്മയ്ക്കകത്ത് പോകുന്നതിനൊക്കെ നല്ലത് നീ ആ സീഷോറിൽ പോയിരുന്ന് കടല കുറിക്കുന്ന എന്നുള്ളത്. ഇപ്പൊ കൊറോണ മാറിയപ്പോ വീണ്ടും തുടങ്ങി. എന്താണ് ഇതിന്റെ കാരണം? ഒരു സ്നേഹമുണ്ടോ നമ്മുടെ ഇടയിൽ? നമുക്ക് മറ്റുള്ളവരെ കരുതാൻ പറ്റുന്നുണ്ടോ? സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ചെലവിടാൻ പറ്റുന്നുണ്ടോ? മനസ്സ് തുറന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ഒരു കുറവും പരിഹരിക്കാതെ അവനെ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും പറ്റുന്നില്ല. എപ്പിസിനഗോഗ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറഞ്ഞ വളരെ സീരിയസ് മാറ്റർ. എല്ലാവരും റാഞ്ചി എടുത്തുകൊണ്ട് മേഘത്തിൽ പോയി ഇരിക്കുകയല്ല. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. നല്ല രസകരമായ പാട്ടാ, ഭാവനയിൽ പാടുക. മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഉണ്ടാക്കിയിട്ട് അവിടെ കല്യാണം നടക്കും എന്ന് ചിന്തിക്കുക. It's not there. It's gathering the people to this house. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് ആരോട് പ്രസംഗിച്ചത്? ആദ്യം യഹൂദന്മാരോട് പ്രസംഗിച്ചു. യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാണ് അത് കേൾക്കണം. കാരണം അവരാണ് പ്രശ്നം, അവർക്കാണ് പ്രോബ്ലം. ഇപ്പൊ ജാതികളൊന്നും വേണ്ടേ? അപ്പോസ്തലനായ പൗലോസ് ജാതികളിലേക്ക് തിരിഞ്ഞ് എന്തുകൊണ്ടാണ്? യഹൂദന്മാർ ഇദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയാന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉപദ്രവം സഹിക്കാതെ തിരിഞ്ഞു പോയാലും. അല്ലാതെ അപ്പോസ്തലന്മാർക്ക് ജാതികളെ കുറിച്ചുള്ള അവർക്കറിയാം ജാതികൾ രക്ഷിക്കപ്പെടും, അവരുടെ രക്ഷ ഓൾറെഡി വന്നതാണ്, അത് പോയി അങ്ങ് അറിയിച്ചാൽ മതി. പക്ഷെ ഇവന്മാരുടെ രക്ഷ വരണം, ഇവർ രക്ഷപ്പെടണം. ഇവർക്കാണ് നാശം വരാൻ പോകുന്നത്, ഭയങ്കരമായി വിപത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ, ഏതാ പാപം? തിരികെ വീണ്ടും ക്രിസ്തുവിനെ കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ നിർമ്മലീകരിച്ച് രക്തത്തെ കളഞ്ഞ് വീണ്ടും ആലയത്തിനകത്തേക്ക് യാഗം നടത്തുവാനായിട്ട് എബ്രായ ലേഖനത്തിലെ വിശ്വാസികൾ പോയപ്പോൾ, എബ്രായ ലേഖനം 10:28 എഴുതിയിരിക്കുന്നു, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ അവന് വേണ്ടി വേറൊരു യാഗം ശേഷിക്കുന്നില്ല. പിന്നെ എന്തേ ഉള്ളൂ? ഭയങ്കരമായ ക്രോധാഗ്നി. അവിടെ ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. നിങ്ങൾ യെരൂശലേമിലോട്ട് കയറി ചെന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ക്രോധം. ഇത് പിന്മാറ്റക്കാർക്ക് കിട്ടാൻ പോകുന്ന നരകമാണെന്ന് നമ്മുടെ ആളുകൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തെ ഇത്രയും വികലമായി ചിത്രീകരിക്കുക. പിന്മാറിപ്പോയാൽ പിന്നെ അവൻ നരകമാണ്, അവനെ കത്തിക്കുകയാണ്, അവൻ നിത്യനരകമാണ്. ഇത് നിത്യനരകത്തിന്റെ മെസ്സേജ് അല്ല. സോ കർത്താവ് അവരെ ശേഖരിക്കുക. Come to this synagogue, come to this spiritual house, come to my home. And Jesus was gathering the people of God. യഹൂദന്മാരുടെ ഇടയിൽ ആദ്യമായി പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഒരു പ്രസ്താവന പൗലോസ് നടത്തുന്നുണ്ട്. ഞാൻ ആ വാക്ക് ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. 13:46. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ മനോഹരമാണ്. ആദ്യമായി ദൈവവചനം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ. അതിന്റെ അർത്ഥം എന്താ? നിത്യജീവൻ, നോയിങ് ഡാഡി, യേശു മുഖാന്തരം പിതാവിനെ അറിയുന്ന കൂട്ടായ്മ, ഇന്റിമസി, അതാ നിത്യജീവൻ. ആ നിത്യജീവനെ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അതിന് അവരെടുക്കുന്ന വാക്യം, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജാതികളിലേക്ക് അങ്ങ് തിരിഞ്ഞു. എല്ലാവർക്കും ഈ മനോഹര സന്ദേശവുമായി അവർ പോയി. ആദ്യം ആരോട് പ്രസംഗിക്കാൻ ആവശ്യം? യഹൂദനോട് പ്രസംഗിക്കേണ്ടി വരികയും. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഈ
കൂട്ടായ്മ, ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ജനതയെ ഒരുമിച്ച് കൂട്ടുക. പെന്തിക്കോസ്ത് നാളിൽ ആ ആലയത്തിന്റെ ആദ്യത്തെ പണി നടക്കുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് തരാതെ തന്നെ മുമ്പോട്ട് പോകുന്നു. കാരണം ഈ ദൈവാലയത്തിന്റെ, അതായത് മിശിഹായുടെ ഈ ആലയത്തെ യഥാർത്ഥത്തിൽ മിശിഹ is going to anoint the holy of holies in the coming of his cloud. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് യേശു ക്രിസ്തുവിന്റെ ഈ വരവിൽ അവനാണ് വന്ന് അവസാനത്തെ കല്ല്. മനസ്സിലാക്കണം, ഈ ആലയത്തിന്റെ ഒടുവിലത്തെ കല്ല് ആരാണ്? യേശു ക്രിസ്തു. ആ കല്ലിന്റെ പേരെന്താണ്? മൂലക്കല്ല്. അതിന് മറ്റൊരു പേര് ആണിക്കല്ല്. അതിന്റെ വേറൊരു ഇംഗ്ലീഷ് പദം കേപ് സ്റ്റോൺ. അതിന്റെ ഹീബ്രു റോഷബൻ. മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ചിലുത്തുന്ന കല്ല്. അതാണ് യേശു ക്രിസ്തുവിന്റെ ഫറോസിയ, ദ കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ. ഓക്കെ, ഇതെല്ലാം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദാനിയേൽ പ്രവചനത്തിലെ ആ വാക്യത്തിലേക്ക് ഒന്ന് പോക്കിയേ. അപ്പൊ ഈ ആലയമാണ്, ഈ ആലയത്തെ കുറിച്ചാണ് പറഞ്ഞത് 70 ആഴ്ചവട്ടം. ആർക്ക് വേണ്ടി മാത്രം? ഇറ്റ്സ് നോട്ട് ഫോർ ദ ജെന്റൈൽസ് ബട്ട് എൻറ്റയർലി ടു ദ ജൂയിഷ് പീപ്പിൾ. ജൂയിഷ് പീപ്പിളിന് വേണ്ടി മാത്രമുള്ള ഒരു 70 ആഴ്ചവട്ടം. ആ ആഴ്ചവട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ അതിക്രമത്തിന് തടസ്സം ചെയ്യുവാനും പാപങ്ങൾക്ക് മുദ്രയിടും, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനം മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാൻ. അതിപരിശുദ്ധമായത് അടിവരണം. അവിടെയാണ് നമ്മൾ ഈ കാണുന്ന ആത്മീയ ഗ്രഹം. അതിപരിശുദ്ധമായതിനെ, മോസ്റ്റ് ഹോളി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 26-ാം വാക്യം. അതിനെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം, അനോയിന്റ് ചെയ്യണം, ഗ്യാദർ ചെയ്യിപ്പിക്കും. ദിസ് ഈസ് ദ എപ്പിസിനഗോഗെ. നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. മീൻസ് we are going to enter into the fellowship of his son. It is not physically നമ്മളെ റാപ്ചർ ചെയ്ത് എടുത്തുകൊണ്ട് പോയി അവിടെ കൂട്ടിയിരുത്തുക എന്നുള്ളതല്ല. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരണം കൊണ്ട് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടി അവന്റെ ഒരു ഗ്രഹമായി അവനോട് ഒരുമിച്ച് ക്രിസ്തുവിനുള്ളവർ എന്ന ആ ഒരു ഒരുമയിലേക്ക് കൊള്ളുക. അതേ പദമാണ്, അതേ ചിന്ത തന്നെയാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 1-ാം വാക്യം നോക്കി. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. 2-ന്റെ 1 നോക്കിയേ. അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. സമാഗമനം എന്ന് പറഞ്ഞാൽ എന്താ? സമാഗമനം, എപ്പിസുനഗോഗെ. അതാണ് അവന്റെ പ്രത്യക്ഷതയും നമുക്ക് അവന്റെ അടുക്കലേക്കുള്ള സമാഗമനം എന്ന് പറഞ്ഞാൽ when he appeared we became അവന്റേതായി മാറുകയാണ്, അവന്റെ ജനമായി മാറുകയാണ്. ഒരിടയനും ആട്ടിൻകൂട്ടവും. അതാണ് എന്റെ അർത്ഥം. ഒറ്റ ഇടയനും ആട്ടിൻകൂട്ടവും. പല തൊഴുത്തുകളില്ല, ഒറ്റ തൊഴുത്ത്, ഒറ്റ ഇടയൻ. ചിതറിക്കിടക്കുന്ന യഹൂദനെയും യവനന്മാരെയും ജാതികളെയും നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗോത്രത്തെ മൊത്തം മടക്കി വിളിച്ച് ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന, കരുതുന്ന ജീവൻ ഫെലോഷിപ്പ്. നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇതിന്റെ എല്ലാം മഹത്വം നമ്മുടെ ദൈവരാജ്യം എന്നതിന്റെ മഹത്വത്തിൽ, ദൈവരാജ്യം എന്ന പഠനത്തിൽ കുറേയും കൂടെ ആഴമായിട്ട് ഗ്രഹിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ ഒരു ചിന്ത വെക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ മിസ്റ്റിക്കൽ ആയിട്ടുള്ള ട്രൂത്തുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻസ് ഒരുപാട് പ്രയോജനം ചെയ്യും. ദൈവം നിങ്ങളെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആ ഭാഗം വിടുന്നു. എപ്പിസുനഗോഗെ എന്ന വേർഡ്. രണ്ടാമത്തെ ഒരു വാക്ക് നാം എടുക്കപ്പെടും. കോട്ടപ്പ്. കോട്ടപ്പ് എന്ന വേർഡ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കോട്ടപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടുക. ഇതൊരു വലിയ കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വാക്ക്. ഈ വേർഡ് ആക്ച്വലി എടുക്കപ്പെടുക എന്ന് പറയുന്ന ആ പദം ഗ്രീക്ക് വേർഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹർപാസോ, HARPASO, ഹർപാസോ. ഇതിന് കോമൺ ആയിട്ട് നമ്മുടെ ഈ റാപ്ചറിന്റെ തിയറി വന്നിരിക്കുന്ന എല്ലാ ഡിക്ഷണറിയിലും
ഫിസിക്കൽ സ്നാച്ചിങ് അവേ, ഫിസിക്കലി എടുത്തോണ്ടങ്ങ് പോവാ. ഇങ്ങനെ ഞാനൊരു കൊച്ചു ചോദ്യം. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഇനി അതിലേക്കൊന്ന് ചുമ്മാതെ ഒരു ചെറിയ ലോജിക് ഉപയോഗിക്കും. 1 Corinthians chapter 15 നോക്കി. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ട്രാൻസ്ഫിഗറേഷൻ. ഈ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? മൂടുപടം മാറിയ മുഖത്ത്, നമ്മൾ 2 Corinthians 3:18 പറഞ്ഞത്, കർത്താവിന്റെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിന് അനുരൂപരായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് വരുമ്പോ പെട്ടെന്ന് ഇതിങ്ങനെ ഇതങ്ങ് മാറി ബോഡി ഇങ്ങനെ പോയി. ഈ ബോഡി ഭയങ്കര, ഞാൻ കൊച്ചു ചോദ്യം ചോദിക്കുക, ഈ ബോഡി പിന്നെ ഒരു ദൈവദൂതന്മാരുടെ ഒരു രൂപത്തിലായാൽ, ശ്രദ്ധിക്കണേ, ദൈവരൂപൻ അങ്ങനെ ആണല്ലോ. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ഇതങ്ങ് ട്രാൻസ്ഫിഗർ ആയി, ട്രാൻസ്ഫിഗർ അല്ല ട്രാൻസ്ഫോം ആകട്ടോ. ട്രാൻസ്ഫോം ആയാൽ ഉടനെ നമ്മൾ ബോഡി അങ്ങ് ഒരു ഗ്ലോറിയസ് ബോഡിയായി മാറിയാൽ പിന്നെന്തിനാ ഒരു റാപ്ചറിന്റെ ആവശ്യം? പിന്നെ കോട്ടപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്, ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പം ഞാനിപ്പോ ഒരു കാര്യം, ഈ ഒരു സെല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ സ്നാച്ച് ചെയ്യാം, സ്നാച്ച് അവേ എന്ന് പറയുന്നത് വെയിറ്റ് ഉണ്ട്, ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഇനി വലിച്ചെടുക്കുക. ഇഫ് ദ റിസറക്റ്റഡ് പീപ്പിളിനെ എന്തിനാ സ്നാച്ച് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ആയവരെ സ്നാച്ച് ചെയ്യേണ്ട ആവശ്യം, ഹർപ്പാസോട് ആവശ്യം. വാസ്തവത്തിൽ ഈ വാക്ക് it's not a physical removal, it's not the physical removal of man from the earth, but ശ്രദ്ധിക്കണം, ഞാൻ പറയാം, കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ രൂപാന്തരപ്പെടും, മനുഷ്യർ അക്ഷരായി ഉയർത്തും, രൂപാന്തരപ്പെടും. പോൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് വരുമ്പോൾ നമ്മളെ വലിച്ചോണ്ട് പോകുന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത് കൊരിന്ത്യരിൽ. ചേഞ്ചിങ്, ട്രാൻസ്ഫോമിങ്. ഇത് മനസ്സിലാക്കാൻ ഈ ശരീരം തന്നെ വേണം. ഈ ശരീരത്തോടു കൂടെ തന്നെയാണ് ഈ കോട്ടപ്പാകാൻ പറ്റത്തുള്ളൂ. ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആകട്ടോ. ഈ വേർഡ് നമുക്ക് പഠിക്കണം. ഇത് പഠിക്കും. ഇത് ഈ സബ്ജക്ട് ഇവിടെ കൊണ്ട് നമ്മൾ തീർക്കാൻ പറ്റുന്നില്ല. 2 കൊരിന്ത്യ ലേഖനം എടുത്ത്, 2 കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 സംവത്സരത്തിന് മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹർപാസോ. അടുത്ത വാക്ക്, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഹർപ്പാസോ, പുള്ളി പറയാം, ശരീരത്തോടു കൂടെ ഹർപ്പാസയാണോ അറിയത്തില്ല, ശരീരം കൂടാതെ അതൊന്നും അറിയത്തില്ല, പക്ഷെ ദൈവം അറിയുന്നു. ലുസ്രായിൽ വെച്ച് കല്ലേറ് കൊണ്ട് പട്ടണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത് തീയതിയെ, ശവശരീരം റോഡിൽ കിടക്കുക, ശിഷ്യവൃന്ദം ചുറ്റു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രാണൻ കോട്ടപ്പ് ചെയ്തു. അവിടുത്തെ കോട്ടപ്പ് എന്താ? ഹർപാസോ ടു ദ തേർഡ് ഹെവൻ. ഞാനിങ്ങനെ ഇതൊരു ട്രാൻസെൻഡിങ് ബ്രദേഴ്സ്. ഈ വേർഡ്
യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി I am going to teach you. It's a transcending, transforming, changing. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവരൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെയാണ്: ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടും അദ്ദേഹത്തിന്റെ മറ്റൊരു കൂട്ടുകാരനോട് ഒരുമിച്ചൊരു കോഫി ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഇന്ന് പെട്ടെന്ന് പുള്ളി ഒരു സ്പിരിറ്റിന്റെ ഒരു റലത്തിലേക്ക് കയറി. തന്റെ സുഹൃത്ത് നോക്കി നിൽക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന തന്റെ സുഹൃത്തിന്റെ കഴുത്തിന്റെ മുകളിലത്തെ ഭാഗം കാണാനില്ല, ഡിസപ്പിയർ ആയി. പുള്ളി ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി നോക്കി, ഇത് കാണുന്നില്ല. എന്ത് പറ്റി പുള്ളിക്ക്? പുള്ളിയുടെ ബോഡിയുടെ മുകൾ ഭാഗം കാണുന്നില്ല, ഡിസപ്പിയർ ആയി പോയി. ഒരു 2-3 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഐ വാസ് കോട്ട് അപ്പ് എന്ന് പറഞ്ഞു. I was caught up. I want to tell you, brothers, this is a supernatural reality of the citizens of God. And this is not the snatching away of the desire. ഇവിടുത്തെ കുറെ വിശ്വാസികളെ ഭൂമിയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയല്ല. And this is another reality, supernatural reality of the kingdom of God. Here we can teach about the translations, divine transportation. All these things are based in. I'll teach you later. But here I want to talk about the harpazo here. Physical aayittu oru removal alla, but transforming from corruption to incorruption. Corruption from the fallen state of man to eternal life. Harpazo. Because we are connecting that words with the 1 Corinthians chapter 15. അവിടെ കണ്ണിമിക്കുന്നിടയിൽ രൂപാന്തരപ്പെടുന്നു, നാം അവനോട് ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നത് എടുക്കപ്പെടുന്നു. രൂപാന്തരവും എടുക്കപ്പെടലും, ട്രാൻസ്ഫോമിങ്. ഹർപ്പാസോ എന്ന വാക്ക് നമുക്ക് യേശു പറഞ്ഞൊരു വാചകമുണ്ട്. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 28. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും എന്നെ പിടിച്ചു പറിക്കാൻ പറ്റും. അതും അവിടെ ഹർപ്പാസോ പറഞ്ഞത്, പിടിച്ചു പറിക്കുക, ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. Actually, what is that? ഇനി ഈ റാപ്ചർ എന്ന ചിന്ത അപ്പോസ്തലനായ പൗലോസിന്റെ എസ്കറ്റോളജി എവിടെ നിന്ന് എടുത്തേക്കെന്ന് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 24:14 നോട്ട് ചെയ്യാം, വായിക്കുന്നില്ല. 24:14, 26 നമ്മൾ മുമ്പ് വായിച്ച എവിടുന്ന? പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം. അപ്പം അപ്പോസ്തലനായ പൗലോസിന്റെ എസ്കറ്റോളജി ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രം എവിടുന്ന? ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നാണ് ഈ റാപ്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കോട്ടം എന്ന് പറയുന്ന ആശയത്തെ താന് കൊണ്ടുവരേണ്ടത്. ഈ Holy Spirit. First Thessalonians chapter 3 verse 1-3 നോക്കി. ആകെ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അതേനയിൽ ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രബോധിപ്പാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകരമായ തിമോത്തിയോസിനെ അയച്ചിരിക്കും. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് എഫെസോസ് സഭ വളരെ കഷ്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഇവരെ ആശ്വസിപ്പിക്കുക. നിങ്ങളെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പോകും, നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടാൻ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഷ്ടതയിൽ നിന്ന് ഒരു റിസറക്ഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുക എന്നൊരാശയം, ഒരു മാറ്റപ്പെടൽ ഉണ്ടാകാൻ പോവുക എന്നൊരു മുന്നറിയിപ്പ് ഈ സന്ദേശത്തിലുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു സങ്കീർത്തനമുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം.
നിങ്ങൾ ബൈബിൾ ഉള്ളവർ ആ ഭാഗത്ത് നോക്കിയ സങ്കീർത്തനം 18-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകാം. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ 13 മുതൽ 17 വരെ ഉണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല, പക്ഷെ കുറച്ച് വായിക്കും. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണനാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രവചിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങൾ നിങ്ങൾ അഗാധ പ്രവാഹം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ തിരമാലകൾ. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുറന്നു പിടിച്ചു. എന്റെ കഷ്ടത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ വിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ ചെവിയിലെത്തി. 7-ാം വാക്യം. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇടകി. അവൻ കോപിക്കാൽ അവ ഇളകിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കണേ. ഇദ്ദേഹം ശൗലിനെ പേടിച്ച് ഓടി, താൻ എഴുതിയിട്ടുണ്ടത്. ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച കാലത്ത് താൻ എഴുതിയതാ. ശൗൽ എന്ന് പറയുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചപ്പോൾ താൻ എഴുതിയിരിക്കുന്നത് എന്തുവാ? എന്റെ പ്രാർത്ഥന ദൈവന്റെ ചെവിയിലെത്തി, ഭൂമി ഞെട്ടി വിറച്ചു. അപ്പൊ ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ ദൈവം രക്ഷിച്ചപ്പോ ഭൂമി ഞെട്ടി വിറച്ചോ? നോക്ക്, ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. ഓ, ദാവീദ് എന്ന് പറയുന്ന ഒരാളെ ശൗലിന്റെ കയ്യിൽ നിന്ന് ദൈവം ഒന്ന് വിടുവിച്ചപ്പോ സംഭവിച്ച സംഭവങ്ങളൊന്നും ചിന്തിച്ചു. വല്ലാത്ത സംഭവമായി പോയി. ഭൂമിയുടെ അടിസ്ഥാനം ഇളകി, അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി, അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. ഇതൊക്കെ സംഭവിച്ചതാ. അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. ഒരു കൊച്ചു ചെള്ളുപോലിരിക്കുന്ന ശൗലിനെ കൊല്ലാൻ ദൈവത്തിന്റെ വായിൽ തീ പുറപ്പെട്ടു. തീക്കലൻ അവങ്കൽ നിന്ന് ജ്വലിച്ചു, അവൻ ആകാശം ചായിച്ചിറങ്ങി. ഓ, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. ദൂതന്മാരെ അവൻ കാറ്റിന്റെ ചിറകിന്മേൽ ഇരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസ്സിനെ ആകാശമേഘങ്ങളെ തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. ആകാശമേഘങ്ങളോട് ഇറങ്ങി വരിക. ശ്രദ്ധിച്ചോണോ ഇതൊക്കെ? അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കലിനും അവന്റെ മേഘങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു. അവൻ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ഇതൊക്കെ തന്നെയല്ലേ ഗംഭീരനാദം, ശബ്ദം, കാഹളം, മേഘം? അതോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അവൻ അസ്ത്രമെയ്തു അവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. ഈ മനുഷ്യനെ ഒരു ശൗലിൻ, സങ്കീർത്തന പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത്, ശത്രുക്കളുടെയും ശൗലിന്റെയും കയ്യിൽ നിന്നൊക്കെ വിടുവിച്ച കാലത്ത് പുള്ളി എഴുതിയ സങ്കീർത്തനമാണ്. തീക്കനൽ വീഴുന്നു, തീ കത്തുന്നു, തീയമ്പ് പോകുന്നു, ഭൂമി കുലുങ്ങുന്നു, അടിസ്ഥാനം കളകുന്നു, അടിത്തറ കളകുന്നു. ഇതൊക്കെ സംഭവിച്ചോ? ഇതൊക്കെ സംഭവിച്ചോ? ഇതൊക്കെ എവിടെ സംഭവിച്ചു? യഹോവേ, നിന്റെ വത്സനത്താൽ നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ഓ, എനിക്ക് വയ്യ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഹർപ്പാസോ, വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ പകച്ചോടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു. എന്നെ വലിച്ചെടുത്തെന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞല്ലേ? ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു പ്രഖ്യാപനം. ഭയങ്കരമായ പ്രതിസന്ധിയിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് ജനതയെ അവിടെ നിന്ന് മാറ്റുക. ഈ മാറ്റാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിച്ചെടുത്തോ, സ്നാച്ച് ചെയ്തെടുത്തോ, ടേക്ക് ഇറ്റ് അവേ എന്ന ഒരു ചിന്ത, ഒരു ചിത്രം അപ്പോസ്തലനായ പൗലോസിന്റെ അന്ത്യകാല ശാസ്ത്രം പഴയ നിയമത്തിൽ നിന്ന് എടുത്തതിനാൽ നിശ്ചയമായും നാം സങ്കീർത്തനം 18 വായിച്ചിരിക്കുന്ന ഭാഗവുമായി ഹർപ്പാസോയ്ക്ക് ബന്ധമുണ്ട്. വാസ്തവത്തിൽ ഇത്രയും പ്രശ്നത്തിൽ നിന്ന് ദാവീദിനെ ദൈവം ഇങ്ങനെ വലിച്ചങ്ങോട്ടെടുത്ത് ഏതോ സെലസ്ട്രിയൽ ആയിട്ട് കൊണ്ട് നിർത്തിയോ? മേഘത്തിൽ കൊണ്ടിരുത്തിയോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? God delivered them from every snares. ഞാൻ ഒറ്റക്കാരോട് പറഞ്ഞ് ഈ ഭാഗം നിർത്തും. ഇത് യഥാർത്ഥത്തിൽ കോട്ടപ്പ് എന്ന വാക്കിന് സ്പിരിച്വൽ മീനിങ് കൊണ്ട് ഞാൻ അത് പിന്നെ നിങ്ങളെ ബോധിപ്പിച്ചോളാം. രണ്ടാമത്തെ പ്രധാന വിഷയം വലിയ വലിയ പീഡനം, മഹാപീഡനം. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നോക്കിയേ. നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായെന്നും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാണ്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി
ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. What is that? പ്രശ്നമാ, പ്രതികൂലമാ, ട്രിബുലേഷൻസാ, ഘോരമായ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ തെസ്സലോനിക്കർക്ക് എഴുതുക, തെസ്സലോനിക്കർക്ക് കത്തെഴുതുക. ഇത് 2000 വർഷത്തെ കോട്ടയത്തിരിക്കുന്ന നിങ്ങൾക്കോ തിരുവനന്തപുരത്തിരിക്കുന്നവർക്കോ കൊല്ലംകാർക്കോ അല്ല എഴുതുന്നത്. ഇത് ഒരു ഓഡിയൻസ് റെലവൻസ് ഉണ്ട്. ഇത് എഴുതിയവരോട് ഇതിനൊരു ട്രൂത്ത് ഉണ്ട്. ഇത് 2000 വർഷത്തിന് ശേഷം സംഭവിക്കുന്നെങ്കിൽ പിന്നെ തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച്, മാസിഡോണിയയുടെ തലസ്ഥാനം, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. വലിയ ഒരുപാട് യഹൂദന്മാരും ഗ്രീക്ക് വിശ്വാസികളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. വലിയ പട്ടണമാണ്. മാസിഡോണിയയുടെ തലസ്ഥാനമാണ്. അപ്പോസ്തലനായ പൗലോസ് കഷ്ടം അനുഭവിച്ച് കർത്താവിന്റെ വേല ചെയ്തൊരു സ്ഥലമാണ് തെസ്സലോനിക്ക. അലക്സാണ്ടറിന്റെ മകളുടെ പേരിലാണ് ആ പട്ടണം അറിയപ്പെടുന്നത്. അലക്സാണ്ടറിന്റെ മകളുടെ പേരിലാണ് തെസ്സലോനിക്ക എന്ന്. ആ പേരിലാണ് ആ പട്ടണം അറിയപ്പെടുന്നത്. ക്രിസ്തു നിമിത്തം യഹൂദന്മാരാൽ വലിയ കഷ്ടം, വലിയ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കത്തെഴുതുക. ആ കത്തെഴുതുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കണ്ടേ? റാപ്ചർ എന്ന് പറഞ്ഞാൽ ഈ ജനതയെ ദൈവം ഈ മാരകമായ പ്രതിസന്ധി നിന്ന് വിടുവിക്കാൻ പോകുന്നു. You are going to be caught up. You are going to be snatched away. വാസ്തവത്തിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ജനം മുഴുവൻ പ്രതിസന്ധി നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ മഹാകൃപയാൽ രക്ഷപ്പെട്ടു. ഒറ്റയാളെയും പീഡനം തുടരാൻ കഴിഞ്ഞില്ല. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. AD 70 ഇത് സംഭവിച്ചെന്ന് വേദപുസ്തകത്തിലെ 100 കണക്കിന് വാക്യങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു ഭയങ്കര സംഭവം, ഇത് എടുക്കപ്പെടുകയായിരുന്നെങ്കിൽ AD 90 പോളികാർപ്പ് അപ്പോസ്തലനായ യോഹന്നാനെ കണ്ടു. AD 90 അപ്പോ എടുക്കപ്പെടാതെ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അപ്പോസ്തലനായ യോഹന്നാനും ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ആശ്വാസത്തിൽ നമുക്ക് തുടരാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, delivering people from the tribulations is harpazo. It's not physically removing but changing. People are transforming and God is delivering them from the tribulations and gathering together as an epi-synagogue, as a spiritual house of the Lord Jesus Christ. That the church was started to build on the day of Pentecost, and it was finished on the day of AD 70. And the last stone, the capstone, came from heaven. വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. Jesus became the headstone of the church. Now we are living in that house. We are the children of the new covenant. We are the children of New Jerusalem. എല്ലാം പറയാനും മനസ്സിലാക്കാനും കഴിഞ്ഞുവെന്നോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തായാലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് അല്പമായി മാറ്റി ചിന്തിക്കാൻ ഈ പഠനങ്ങൾ ഉപകരിച്ചെങ്കിൽ എൻ്റെ കഠിനമായ പ്രയത്നം വൃഥാവായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുശ്രൂഷിച്ചതിൽ ഒരുപാട് നന്ദി. Thank you. God bless you.